Measure the piston ring close gap in the cylinder, clearance between the piston and the liner, clearance between crank pin and the connecting rod begin bearing. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഒരു പുതിയ സെഷനിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയതിൽ സന്തോഷം. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻജിൻ സർവീസിംഗിൽ പിസ്റ്റോണും സിലിണ്ടർ ക്ലിയറൻസും ഫീലർ ഗേജും ഉപയോഗിച്ച് പരിശോധിക്കുന്നത് ഉൾപ്പെടുന്നു. കൂടുതൽ ക്ലിയറൻസ് ചോർച്ചയ്ക്ക് കാരണമാകുകയും എൻജിൻ പ്രകടനം കുറയുകയും ചെയ്യും. പിസ്റ്റൺ, സിലിണ്ടർ ക്ലിയറൻസുകൾ ഫീലർ ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ ക്രാങ്ക് പിൻ, ബെയറിംഗ് ക്ലിയറൻസുകൾ എന്നിവ പ്ലാസ്റ്റിക് ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. ഈ അവതരണത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. പിസ്റ്റൺ, സിലിണ്ടർ ക്ലിയറൻസുകൾ അളക്കുക. ക്രാങ്ക് പിൻ, കണക്റ്റിംഗ് റോഡ്, ബിഗ് എൻഡ് ബെയറിംഗ് ക്ലിയറൻസുകൾ എന്നിവ അളക്കുക. ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും: സ്പാനർ സെറ്റ്, ടോർക്ക് റെഞ്ച്, വൈസ്, ഔട്ട് സൈഡ് മൈക്രോമീറ്റർ, ഇൻസൈഡ് മൈക്രോമീറ്റർ. ആവശ്യമായ എക്യുപ്മെന്റുകളും സ്പെയറുകളും: പിസ്റ്റണും കണക്റ്റിംഗ് റോഡും. ആവശ്യമുള്ള വസ്തുക്കൾ: ബനിയൻ തുണി. ടാസ്ക് 1. പിസ്റ്റൺ റിംഗ് എൻഡ് ഗ്യാപ്പ് അളക്കുന്നു. സിലിണ്ടറിൽ ഉചിതമായ രീതിയിൽ ഒരു കംപ്രഷൻ റിംഗ് സ്ഥാപിക്കുക. പിസ്റ്റൺ ഹെഡ് ഉപയോഗിച്ച് റിംഗിന്റെ അടിയിലേക്ക് തള്ളുക. റിംഗിന്റെ എൻഡുകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഫിറ്റ് ആകുന്ന ഏറ്റവും വലിയ വലിപ്പമുള്ള ഫീലർ ഗേജ് തിരഞ്ഞെടുക്കുക. ഈ ഗ്യാപ്പ് റിംഗ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നു. റിംഗ് ഗ്യാപ്പ് വളരെ ചെറുതാണെങ്കിൽ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നതിന് റിംഗിന്റെ എൻഡുകൾ ശ്രദ്ധാപൂർവം ഫയൽ ചെയ്യാം. ഗ്യാപ്പ് വളരെ വലുതാണെങ്കിൽ റിംഗ് റീപ്ലേസ് ചെയ്യുക. ബോർ ക്ലിയറൻസിനായി പിസ്റ്റൺ പരിശോധിക്കുക. ഒരു സിലിണ്ടറിന്റെയും പിസ്റ്റണിന്റെയും പിസ്റ്റൺ ടു ബോർ ക്ലിയറൻസ് അളന്ന ശേഷം റീ അസംബിൾ ചെയ്യുമ്പോൾ സിലിണ്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതേ പിസ്റ്റൺ ഉപയോഗിച്ചാണ്. ഇതിനകം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ പിസ്റ്റൺ റിങ്ങുകൾ നീക്കം ചെയ്യുക. പിസ്റ്റണിൽ ഒരു സ്പ്രിംഗ് സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. പിസ്റ്റൺ ഇൻസ്റ്റാൾ ചെയ്ത് അതേ സ്ഥാനത്ത് പിസ്റ്റൺ സ്കേർട്സുകൾക്കൊപ്പം സിലിണ്ടർ ബോറിൽ പിസ്റ്റൺ വയ്ക്കുക. പിസ്റ്റൺ സ്കേർട്ടിനും ബോറിനും ഇടയിൽ ഒരു ഫീലർ ഗേജ് ഇൻസേർട്ട് ചെയ്യുക. സ്പ്രിംഗ് സ്കെയിൽ ഉപയോഗിച്ച് സിലിണ്ടറിൽ നിന്ന് പിസ്റ്റൺ വലിക്കുക. സ്പ്രിംഗ് സ്കെയിൽ റീഡിംഗ് രേഖപ്പെടുത്തുക. ശരിയായ സ്പ്രിംഗ് ഗേജ് റീഡിംഗ് ലഭിക്കുന്നതുവരെ ഫീലർ ഗേജുകൾ മാറ്റുക. ശരിയായ സ്പ്രിംഗ് ഗേജ് റീഡിംഗ് ലഭിക്കുമ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫീലർ ഗേജ് സൈസ് പിസ്റ്റൺ ടു ബോർ ക്ലിയറൻസ് ആണ്. പിസ്റ്റൺ സ്ലാപ്പും തത്ഫലമായുണ്ടാകുന്ന പിസ്റ്റണിന്റെയും സിലിണ്ടറിന്റെയും തേയ്മാനം ഒഴിവാക്കാനും അമിതമായ പിസ്റ്റൺ ടു ബോർ ക്ലിയറൻസ് ശരിയാക്കണം എന്നത്. ടാസ്ക് 2. ക്രാങ്ക് പിൻ, കണക്റ്റിംഗ് റോഡ്, ബെയറിംഗ് എന്നിവ അളക്കുക. അളക്കേണ്ട ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 1-ാം സിലിണ്ടർ ക്രാങ്ക് പിൻ ജേർണൽ അളക്കണമെങ്കിൽ ആദ്യത്തെ സിലിണ്ടർ കണക്റ്റിംഗ് റോഡ് തിരഞ്ഞെടുക്കുക. ഔട്ട് സൈഡ് കാലിപ്പർ ഉപയോഗിച്ച് ക്രാങ്ക് പിൻ ഡയമീറ്റർ ഏകദേശം അളക്കുക. അനുയോജ്യമായ വലിപ്പമുള്ള ഔട്ട് സൈഡ് മൈക്രോമീറ്റർ തിരഞ്ഞെടുക്കുക. എറർ പരിശോധിച്ച ശേഷം ക്രാങ്ക് പിൻ ജേർണലിലെ അളവ് എടുക്കുക. ലഭിച്ച റീഡിംഗ് രേഖപ്പെടുത്തുക. ഇപ്പോൾ വൈസിൽ കണക്റ്റിംഗ് റോഡ് വച്ച് ഒരു ടോർക്ക് റെഞ്ച് ഉപയോഗിച്ച് ബെയറിംഗ് ക്യാപ്പ് മുറുകുക. കണക്റ്റിംഗ് റോഡ് ബോൾട്ടുകളിൽ ശരിയായ ടോർക്ക് കൊടുക്കുക. ശരിയായ അളവിലുള്ള ഇൻസൈഡ് മൈക്രോമീറ്റർ തിരഞ്ഞെടുത്ത് ഇൻസേർട്ട് ചെയ്യുക. കണക്റ്റിംഗ് റോഡ് ബിഗ് എൻഡ് ബോറിന്റെ ഇന്റേണൽ ഡയമീറ്റർ പരിശോധിക്കുക. റീഡിംഗുകളിലെ വ്യത്യാസം ക്രാങ്ക് പിന്നിനും കണക്റ്റിംഗ് റോഡ് ബിഗ് എൻഡ് ബെയറിംഗിനും ഇടയിൽ ക്ലിയറൻസ് നൽകും. യഥാർത്ഥ സ്പെസിഫിക്കേഷനുമായി വാല്യൂ താരതമ്യം ചെയ്യുക. വാല്യൂ സ്പെസിഫിക്കേഷനുമായി മാച്ച് ആവുന്നുണ്ടെങ്കിൽ ബിഗ് എൻഡ് ബെയറിംഗ് റീപ്ലേസ് ചെയ്യുക. അങ്ങനെ സിലിണ്ടറിലെ പിസ്റ്റൺ റിംഗ് ക്ലോസ് ഗ്യാപ്പ്, പിസ്റ്റണും ലൈനും തമ്മിലുള്ള ക്ലിയറൻസ്, ക്രാങ്ക് പിന്നിനും കണക്റ്റിംഗ് റോഡ് ബിഗ് എൻഡ് ബെയറിംഗും ഇടയിലുള്ള ക്ലിയറൻസ് എന്നിവ അളക്കാൻ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.